നമ്മുടെ കൂടെ വീണ്ടും സതീഷിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ ഇന്നത്തെ മാജിക് കാണാൻ? അല്ലേ? ഇന്നത്തെ ട്രിക്ക് എന്താ നമുക്ക് നോക്കിയാലോ? സതീഷിന് ഇത് പുതിയ ട്രിക്കാണോ? അതെ ഇത് നമ്മളെ അതെ ബൾബൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഇവിടുന്ന് തന്നെ മേടിച്ചാണ്, കടയിൽ നമ്മൾ മേടിച്ചാണ്. സാധാരണ ബൾബ് പൊട്ടിക്കരുത്, ഗ്ലാസ് ആണ്. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നിങ്ങൾ വാങ്ങിച്ചത് പക്ഷേ താഴെയുള്ള അത് നോർമൽ ബൾബാണ്. അതിന് യാതൊരു സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ട്രിക്ക് കാണിക്കുമ്പോൾ എല്ലാവർക്കും ട്രിക്ക് കാണുന്നതിനെക്കാട്ടി ട്രിക്കിന്റെ രഹസ്യം പിടിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ ബൾബാണ്, സാധാരണ ഒരു ബൾബാണ്. പക്ഷെ ഈ ബൾബുമായിട്ട്, അതായത് വെളിച്ചം അല്ലെ, ലോകത്തിന്റെ വെളിച്ചമാണല്ലോ നമ്മൾ ബൾബ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് വെളിച്ചമാണ്. അപ്പൊ ഈ വെളിച്ചത്തിനെ കുറിച്ച് ഒരുപാട് ബൈബിളിൽ നമ്മൾ പല ഭാഗങ്ങളിൽ കാണുന്നു. ലൈറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. അതാണ് ഉദ്ദേശിക്കുന്നത്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുളിനെ വെളിച്ചമാക്കുന്നത് അല്ലെ. ലോകത്തില് അനേക അല്ലെ ഡബിളിന്റെ ഒരുപാട് ഇരുട്ടിന്റെ ശക്തികളുണ്ട്. അപ്പൊ ആ ഇരുട്ടിനെ മാറ്റാൻ വേണ്ടിയാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മള് ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആ വെളിച്ചം നമ്മളിലേക്ക് വരും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ ഇത് കണ്ടല്ലോ, ഒന്നുമില്ല, പറഞ്ഞല്ലോ, അതിന് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു സിമ്പിളാണ്. നമ്മൾ ആ കർത്താവ് പറഞ്ഞ ആ കർത്താവിന്റെ വെളിച്ചം നമ്മളിലേക്ക് വരും. ഇപ്പൊ നമ്മൾ ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാൻ പോണേ. അതെ ഇത് സിസ്റ്റർ ഒന്ന് പിടിച്ചാണ്, കാണാമോ? കാണാമല്ലോ. സിസ്റ്റർ അതിന്റെ താഴ്വശത്തായിട്ട് പൊട്ടിക്കല്ല പിടിക്കാം. അപ്പൊ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കാൻ പോവാണ്. അപ്പൊ ഇപ്പൊ സിസ്റ്റർ രക്ഷിക്കപ്പെട്ടാണ്. നമ്മൾ ഈ മാജിക്കിന് വേണ്ടി മാത്രം പറയുന്നത്, ട്രിക്കിന് വേണ്ടി മാത്രം പറയാം. ഇപ്പൊ ഈ വചനം വായിച്ചു, കർത്താവ് പറഞ്ഞ പോലെ ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ഈ വെളിച്ചം കർത്താവ് വിശ്വസിക്കുന്ന ഒരാളുടെ അടുക്കലേക്ക് പറഞ്ഞു അല്ലേ. അപ്പൊ ഇപ്പൊ സിസ്റ്റർ ശ്രദ്ധിച്ചിരുന്നോണം. കർത്താവ് സിസ്റ്റർ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കുന്നു? ആ വെളിച്ചം നമ്മളിലേക്ക് പ്രകാശിക്കും. അത് സിസ്റ്റർ മാത്രമല്ല, വിശ്വസിക്കുന്ന ഒന്നല്ല. ഇതൊന്നും എന്തെങ്കിലും ഞെക്കിയോ? ഇല്ല. കർത്താവ് വിശ്വസിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ മോൻ ഡോണ്ട് ഡ്രോപ്പ് ഇറ്റ്, ഹോൾഡ് ഇറ്റ് പ്രോപ്പർലി. അങ്ങനെ ഇതിന് താഴെ പിടിക്കണം, പൊട്ടിക്കരുത്. അപ്പൊ ഈ മോനെ വളർന്നു വന്നു, കർത്താവിൽ വിശ്വസിക്കുകയാണ്. സോ ആ മോൻ വിശ്വസിക്കുന്നവൻ വരെ ഈ വെളിച്ചമില്ല. അത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ വേറൊരിടത്ത് പറയുന്നുണ്ട്, ഈ വെളിച്ചം എവിടെയാ കത്തിച്ചു വെക്കേണ്ടത്? മറിച്ചല്ല വെക്കേണ്ടത്. അത് നമ്മള് ലോകത്തിന് മനസ്സിലാവണം. ഈ വെളിച്ചം നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ലോകത്തിന് മനസ്സിലാവണം. അതാണ് ഇത് കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഇതിന് പ്രത്യേകിച്ച് യാതൊരു വിധമായിട്ടുള്ള സ്വിച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിങ്ങനെ വെട്ടത്തില് ഇങ്ങനെ നമ്മുടെ ജീവിതവും ഇതുപോലെ ഈ ബൾബ് മാതിരി പ്രകാശിക്കും. സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. സിസ്റ്റർ നല്ലപോലെ നോക്കിയാണിത്. അതാണ് ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തിലും ഈ വെളിച്ചം പ്രകാശിക്കും. മറ്റുള്ളവർക്ക് അത് മനസ്സിലാവും. അതാണ് നിങ്ങളെല്ലാവരും ഇതേമാതിരി കർത്താവിന്റെ വെളിച്ചമാണ്.